നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിൽ യുവതി മരണപ്പെട്ട സംഭവം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ്. യുവതിയുടെ മൃതദേഹവുമായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധം നടക്കുകയാണ്. മൃതദേഹം ആശുപത്രി സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന് പ്രതിഷേധിക്കാൻ എത്തിയവരെ, ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. തുടർന്ന് മൃതദേഹവുമായി ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ ഒരു ചെറിയ അസുഖം വന്നാൽ പോലും നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകരെയും ആശുപത്രികളെയും ഒക്കെയാണ്. പക്ഷെ അവിടെയൊക്കെ നമുക്കിപ്പോൾ പലപ്പോഴും തിരസ്കരണങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ചികിത്സാ പിഴവുകൾ ധാരാളമായി നമ്മുടെ തിരുവനന്തപുരത്തെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ആശുപത്രികളിൽ ഉണ്ടാകുന്നു. ഏകദേശം ഒരു മാസം മുമ്പ് ഇതുപോലെ ഏകദേശം ഇതേ ഒരു കാലയളവിൽ തന്നെയാണ് എന്ന് തോന്നുന്നു, തിരുവനന്തപുരത്തെ പ്രമുഖമായ ഒരു ആശുപത്രിയിലും ഇതുപോലെ ചികിത്സാ പിഴവ് സംഭവിച്ച 2 മരണങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലുള്ള ജനറൽ ആശുപത്രിയിലാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചിരിക്കുന്നത്. കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്ക് നെയ്യാറ്റിൻകര ആശുപത്രിയിലെത്തിയ യുവതിയാണ് ഇഞ്ചക്ഷനെ തുടർന്ന് മരിച്ചത്. യുവതിക്ക് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നും അതിനുള്ള പരിശോധന നടത്താതെ കുത്തിവയ്പ് എടുത്തതാണ് പ്രശ്നമായത് എന്നാണ് പ്രാഥമിക നിഗമനം. തുടരെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവിലും ഡോക്ടർമാരുടെ അശ്രദ്ധയിലും ഒരുപാട് പേരാണ് ഇപ്പോൾ കേരളത്തിൽ മരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകുന്നില്ല, അന്വേഷണം ഉണ്ടാകുന്നില്ല. ആശുപത്രി മരണങ്ങളിൽ നല്ലൊരു ശതമാനവും പിഴവുകൾ മൂലമാണ് എന്നതാണ് വസ്തുത. യുവതിക്ക് കുത്തിവയ്പ് നടത്തിയ ഉടൻ അബോധാവസ്ഥയിലായി, തുടർന്ന് മരിക്കുകയായിരുന്നു. നെയ്യാറ്റിൻകര സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത്. ഈ മാസം 15-നാണ് കൃഷ്ണയെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും മൃതദേഹവുമായി ബന്ധുക്കൾ അടങ്ങുന്ന ഒരു ജനാവലി, ഒരു സമൂഹമാണ് ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയെക്കുറിച്ച് നേരത്തെയും പിഴവുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പലരും കർമ്മ ന്യൂസിനെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രോപ്പറായിട്ട് ചികിത്സ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ രോഗികളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ല, മൃതപ്രായരായി എത്തുന്ന രോഗികളെ അതേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ ഇതിനു മുൻപും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി പോലെയുള്ള ഒരിടത്ത് ജനങ്ങൾ വിശ്വസിച്ച് ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്.